നമുക്കിന്ന് 4 മണിക്ക് വൈകിട്ട് 4 മണിക്കുള്ളതാണ് റവ ഉപ്പുമാവ് ഉണ്ടാക്കുക. നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായ സാധനങ്ങൾ ചെറിയ ഉള്ളിയും ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ ഇതിൽ ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇടാം. നമ്മളതിലിപ്പം ക്യാരറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് ഇത്രയും വെച്ച് ഒരു ചെറിയ രീതി ഉപ്പുമാവ് ഉണ്ടാക്കാം. നമുക്കിത് പാത്രം ചൂടാകുമ്പം ശകലം റവ പൊട്ടിച്ച് തട്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നമുക്ക് ഇത് റവയെല്ലാം ഒന്ന് എടുക്കാം. വറുത്ത് വച്ചിരിക്കുന്നതാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചട്ടിയിലുള്ള വെള്ളം ഒന്ന് വറ്റിപ്പോയിട്ട് നമുക്ക് റവ തട്ടി കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ 3 വരെ ഉള്ളൂ. നമ്മൾ ആവശ്യത്തിന് റവ തട്ടിക്കൊടുക്കുക. പിന്നെ ഇത് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് വറുത്താണ് വരുന്നത് സംഭവം. എന്നാലും നമ്മളൊന്ന് നമ്മുടെ രീതിയിലൊന്ന് വറുത്തെടുത്ത് നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലേ. നല്ലതായിട്ട് ഒന്ന് ചൂടായി ഒന്ന് ഇതായി വരുന്ന വരെ ഒന്ന്. ഇതിൽ പിന്നെ ക്യാരറ്റ്, ബീൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി കിസ്മിസ് ഇതൊക്കെ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് അരി പിടിച്ചു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നമുക്ക് ആ ഒരു ചൂട് നല്ലതുപോലെ എല്ലായിടും ഒന്നും ആയി വരുമോ. ഇപ്പം ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആയില്ലല്ലോ. ഇത്തിരി പുരം കൂടെ ഒന്ന് ചൂടായാൽ മതി. ശകലം കൂടി ഒന്ന് ചൂടാകാറുണ്ട്. അതും കൂടി നല്ലതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി തട്ടി വയ്ക്കാം. ആയിട്ടുണ്ട്. നമുക്കിന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ശാല എണ്ണ വീത്തി കടു പൊട്ടിച്ച് ഈ ബാക്കിയുള്ള അരി വെച്ചിരിക്കുന്ന ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കും. എണ്ണ ഒഴിച്ചോ? ചട്ടി ചൂടായി, വെള്ളം പറ്റി. വെളിച്ചെണ്ണയാണോ? നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ എത്തി കൊടുക്കാം. നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ. ഇതില് വറ്റലും മുളക് ഇതൊക്കെ ഇടാം. നമ്മളതിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ഇടണില്ല. നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് എന്തിനാണ് ഉഴുന്ന്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടി തീരാറായി. തീർന്നിട്ട് നമുക്ക് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി തീർന്നിട്ട് വേണം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഉഴുന്നിടുമ്പോ. നമുക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ബ്രൗൺ കളറിലാണ് ചെറുതായിട്ട് അല്ലേ? ഒന്ന് ചുമക്കണം. അത് വേണ സമയത്ത് നമ്മളൊരു ശകല കടലയും കൂടി എടുക്കാം.
ഉഴുന്ന് നല്ലപോലെ ചുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതണ്ട ഈ കടല ഇട്ട് കൊടുക്കാം. എന്തൊരു കടല? പരിപ്പ്, പൊട്ടുകടല. പൊട്ടുകടല എന്ന് പറയും. ഇതൊക്കെ എൻ്റെ ഒരു ഇതില് ഞാനൊന്നും ചുമ്മാ ഇതാക്കി. ഇതിൽ നമുക്കിനി കറിവേപ്പിലയും കരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് എണ്ണയ്ക്കകത്ത് ഇടണം. എന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഊറ്റി ഉപ്പ് വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ തേങ്ങയും കൂടി ഇട്ട് കുറച്ച് വെച്ചിട്ട് റവയും തട്ടി കിണ്ടിയെടുക്കുക. പച്ചമാവ് മാറി നല്ലതായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നതെല്ലാം ഉള്ളിയൊക്കെ ബ്രൗൺ കളറാണ്. വേവണം. ബ്രൗൺ കളറാകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ? ആവശ്യത്തിന് വെള്ളം. നമ്മൾ ഉണ്ടാക്കുന്നത് റവയാണ്. വേഗണ്ടായി വരണുണ്ട്. നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ വീട്ടി കൊടുക്കാം. ഇത് ആയിട്ടുണ്ട്. നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ വീട്ടി കൊടുക്കാം. ഒരു കപ്പ് വെള്ളം വീട്ടി കഴിഞ്ഞ് ഇനി ഇത് തിളയ്ക്കണം. നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഈ റവ എടുത്ത് ഇട്ട് കൊടുക്കണം. നമുക്ക് അതിന് മുമ്പേ ശകലം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പ്, വെള്ളത്തിൻ്റെ ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അതിന് നല്ലതായിട്ടൊന്ന് വെള്ളം വെട്ടി തിളയ്ക്കണം. ഉപ്പ് എല്ലായിടവും ആയിട്ടുണ്ടാകുന്ന ഒന്ന് ഉപ്പ് നോക്കണം. വെള്ളത്തിൽ ഉപ്പ് കുറവാണെങ്കിൽ ശകലം കൂടി നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കണം. കുറവുണ്ട്. ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ വീണ്ടും ശകലം കൂടി ഉപ്പിട്ട് ഉപ്പ് കൂടിപ്പോകാതെ നോക്കണം. ഇളകി കൊടുക്കാം. എപ്പോഴും തിളക്കണ്ടേ? ഇനി വെള്ളം തിളക്കി വെച്ചോളും. തിളച്ചിട്ട് ഉപ്പിട്ട് കൊണ്ട് ഇളക്കി കൊടുക്കാന്ന് പറഞ്ഞതാ. ഉപ്പുണ്ടോ നോക്കിയാ? ഉപ്പുണ്ട് കുറച്ച് തന്നെ. നമ്മള് ചായ ഇടാൻ പോവാണ്. പാല് വെച്ചിരിക്കുന്നത് തിളയ്ക്കണം. തിളച്ചേർത്ത തിളച്ച് വരുന്നുണ്ട്. നല്ല വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ചാലേ അത് നമുക്കത് മാവ് തട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. റവ ഇട്ട് കൊടുക്കണം. പിന്നെ റവ ഇടുന്നത് പിന്നെ ആദ്യം ഇനി തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇടുകയാണ്. തേങ്ങ അപ്പൊ ഈ ഇതിൽ കിടന്ന് ഈ പാല് ഈ തേങ്ങാപ്പാല് ഇതിൽ ഊറി കിട്ടും ഈ വെള്ളത്തിൽ. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇളക്കി കൊടുക്കാം. അതങ്ങനെ കിടന്നങ്ങ് എല്ലായിടമായിട്ടൊന്ന് വെട്ടിത്തിളച്ച് നല്ല തിളക്കട്ടെ. അപ്പൊ ഈ തേങ്ങ ഇത് വെള്ളത്തിൽ കിടന്ന് അത് രണ്ടും കൂടി വെന്ത പാല് ഇറങ്ങി കിട്ടും. തേങ്ങാപ്പാല് നല്ലതായിട്ടൊന്ന് സെറ്റായി വരണം അല്ലേ? ആ വെള്ളത്തിൽ ഇതെല്ലാം പിടിച്ചെടുക്കണം. ഇപ്പോഴും അതിനുള്ള ഒരു നല്ല വെട്ടിത്തിളക്കുക. നല്ല വെട്ടിത്തിളച്ച എല്ലാ ഇത് ഭാഗത്തോട്ട് ഇങ്ങനെ ആകുന്ന പോലെ രീതിയിലായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ എടുത്ത് നമുക്ക് തട്ടി കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന റവ നമുക്ക് തട്ടി കൊടുക്കാം.
കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. പാത്രത്തിലുള്ള വെള്ളം തട്ടിക്കൊടുക്കും. മിക്സാണ് മറ്റൊരു ആയിട്ടില്ല. തീ കുറച്ച് വെച്ചിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. ഉപ്പുമാവ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതല്ല, ഉപ്പുമാവ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും തേങ്ങ ഉണ്ടെങ്കിൽ ഇനി ഇപ്പം കൂടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. തേങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ അതിന് മാത്രമുള്ള തേങ്ങയുടെ വിലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയാണ് 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്. നമ്മളങ്ങനെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ആവും. ആവശ്യത്തിനൊക്കെ എണ്ണ ചേർത്താൽ മതി. ഇത് ഇപ്പൊ തേങ്ങയായാലും നമ്മൾ ആവശ്യത്തിനൊക്കെ കഴിക്കുക. ഇത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കട്ട കിട്ടും. ഇതിപ്പം കറക്റ്റിന് വെള്ളം ആയതുകൊണ്ട് നല്ല തുറന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പരിവായിട്ടുണ്ട്. നമ്മൾ ഇറക്കാമല്ലോ, ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഉപ്പുമാവ് ആയിട്ടുണ്ട്. നല്ല കിടുകിടുക്കൻ ഉണ്ടമുളക്, ഉടങ്കല്ലി മുളകും ചെറിയ ഉള്ളി. ചായക്കുള്ള പാല് നമ്മൾ തിളയ്ക്കാറായിക്കൊണ്ടിരിക്കുന്നു. അത് തിളച്ച് വട്ടെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് കുറച്ച് പാല് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായതേയില ഇട്ട് ആവശ്യത്തിന് തളം നല്ലതായിട്ട് തിളച്ച് സാധാരണ ഞാൻ ഇങ്ങനെ നല്ലതാണ്, മൊത്തത്തിൽ എല്ലാം കൂടി ഇട്ടാണ്. അപ്പം ചായ ഇതായിട്ട് ഇറങ്ങിയില്ല, കടപ്പോയിട്ടൊക്കെ കിട്ടും. പിന്നെ ഒരുപാട് ചായ കുടിച്ചുകൂടെ. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കുടലൊക്കെ ഇടിയാവും. നമ്മൾ ചായക്കടകളിലൊക്കെ പോയി ചായ കുടിക്കുന്നത് തന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം വീട്ടിലായാലും നമ്മൾ ചായ ഇട്ട് കുടിക്കുന്നത് ഓവറാവാൻ പാടില്ല. മാറ്റാം. ഇതിന് പഴമോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പഴം ഉണ്ടെങ്കിൽ നല്ലതാണ്. പഴമോ പപ്പടമോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് സാധനം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പുമാവാണ്. അപ്പം റവ കൊണ്ടുള്ള ഉപ്പുമാവ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയാണ്, ഉപ്പുണ്ടോ എന്നൊക്കെ. കൊള്ളാം. ഇത് ആ കടലയുടേതും പിന്നെ ഉഴുന്നിൻ്റെതും കടുക്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തേങ്ങ, ഇതെല്ലാം കൂടി, കരിവേപ്പില, ഇതെല്ലാം കൂടിയൊക്കെ നല്ല ഉള്ളി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ടതിൻ്റെ നല്ല ഇതുണ്ട്. കഴിക്കാൻ നല്ല കൊള്ളാം. നല്ല തുറവുറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ ഒരു നല്ലൊരു ചായ, അത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട ഒരു പാലാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. അപ്പം
അപ്പം ഉപ്പുമാവും അതുകൂടി നമുക്ക് കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. ഗുഡ് ബൈ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ കാണുന്ന കൂടത്ത് തന്നെ നിങ്ങൾക്ക് ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്കും ഷെയറും ഒരു സബ്സ്ക്രൈബും കൂടി ഇങ്ങനെ നമുക്ക് തരിക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും.